സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ്, ജോബിൻ്റെ ഇമ്പോർട്ടൻസ്, ലൈഫ് പാർട്ട്നേഴ്സ് കൂടെ ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം മടി പലതും പല കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. മടി എന്ന് പറയുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ആവർത്തി ചെയ്യുക, മടി മാറ്റാൻ. ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത് മടിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതിന് 2 കാരണങ്ങളുണ്ട്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ ആരുടെയും കൂടെ പോവില്ല, ഒറ്റയ്ക്കിരിക്കാം എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ, അതും ഇതിന്റെ ഭാഗമാണോ? അതിനൊന്ന് ആൻസർ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഐ ആം സോറി. ചില സിറ്റുവേഷൻസിൽ ഈ കുഞ്ഞിനെ തല്ലിയിട്ട് ഇത് തിരിച്ച് ആക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന് മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതാണ്, അതിന് സർട്ടിഫൈഡ് ആക്കാം. അപ്പോൾ പഠിത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വളരെ സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ കൂടെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട്, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ലൈഫ് എക്സ്പീരിയൻസ് സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യം. വളരെ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീൽ ഗുഡായ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. നമ്മൾ പറയുന്ന ഹൃദ്യമായി സംസാരിക്കുന്നതും ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നതും രണ്ട് എഫക്റ്റ് ഉണ്ടാവുക. ഹൃദ്യമായി സംസാരിക്കുക, അവരെ മനസ്സിലാക്കി സംസാരിക്കുക. സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ്, ജോബിൻ്റെ ഇമ്പോർട്ടൻസ്, ലൈഫ് പാർട്ട്നേഴ്സ് കൂടെ ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം മടി പലതും പല കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. മടി എന്ന് പറയുമ്പം ഒറ്റപ്പെട്ട് ജീവിക്കുക, എനിക്കൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറയുന്നതും ഒരു മടിയുടെ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മളെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ആവർത്തി ചെയ്യുക, മടി മാറ്റാൻ. ഇഷ്ടപ്പെടാത്ത കൊണ്ടാണല്ലോ അത് മടിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മളതിനെ മാറ്റി നിർത്തുന്നത്. വീണ്ടും ചെയ്യുക, വീണ്ടും ആവർത്തി ചെയ്ത് അതിനൊരു വാസന, അതായത് അതിലൊരു സുഗന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ കാര്യത്തിൽ ഒരു ഹാർമണി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു ഹാർമണി അതിൽ വരുത്താൻ ശ്രമിക്കുക. അതെ, ഈ ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത് മടിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് മടിയുടെ കാരണം, മറ്റൊന്ന് അമാനുഷിക ശക്തികളുണ്ട് ചിലത്, നെഗറ്റീവ് എനർജി, അതിൻ്റെ സ്വാധീനമുണ്ടെങ്കിലും മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കും. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാൻ വന്നു തോന്നുന്നു. അത് ചോദിക്കാൻ വരുമായിരുന്നു. ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ഒറ്റയ്ക്കിരിക്കുന്നതിന്റെ ഞാൻ ആവശ്യമായിരുന്നു പറയാൻ വന്നത്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ ആരുടെയും കൂടെ പോവില്ല, ഒറ്റയ്ക്കിരിക്കാം എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ, അതും ഇതിന്റെ ഭാഗമാണോ? അത് ഈ പറഞ്ഞ 2 കാരണങ്ങൾ ഇതിനുണ്ട്. ചില നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാം. അത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ വേയെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാത്തത് അലസത കൂടുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും. അതിനൊന്ന് ആൻസർ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഐ ആം സോറി. അതുകൊണ്ട് എന്താ, ആ സർക്കിളിലേക്ക് ഞാൻ വരുന്നില്ല. ആ സർക്കിളിലേക്ക് ഞാൻ എനിക്കങ്ങനെ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ആ ചേച്ചിയുടെ അവിടെ പോകണ്ട, ആ ചേട്ടൻ്റെ അവിടെ പോകണ്ട, എനിക്ക് ഫംഗ്ഷൻ ഇഷ്ടമല്ല, എനിക്ക് ക്രൗഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്ക് ചൂടെടുക്കും. പല കാരണങ്ങളുണ്ടാകും. ചൂടെടുക്കും, അവിടുത്തെ ക്രൗഡിൽ എനിക്ക് ആ ഫുഡ് ഇഷ്ടമല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് എൻ്റെ ബാഗ് അവിടെ കിടക്കുന്നുണ്ടാവും. ഈ പറയുന്ന വ്യക്തി സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പം ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് അവരുടെ മടിയെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരുടെ മടിയെ അവർ പാമ്പർ ചെയ്യുകയാണ്. കാരണം ഇവർ ശീലിച്ചത് എന്താ, ഓവർ പാമ്പറിങ് ആണ് ഇവർ ശീലിച്ചത്. വാത്സല്യത്തിൻ്റെ നിറകുടമാക്കി എടുത്ത് മാറ്റി അവരെ മടിയനാക്കി, മടിച്ചുകളാക്കി മാറ്റി വെച്ചു. അവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് കൂടുതലുണ്ടായിരുന്നു. ആൺകുട്ടികൾ ആഹാരം കഴിച്ച പാത്രം എടുക്കാൻ പാടില്ല, പാത്രം കഴുകാൻ പാടില്ല, അടിച്ചു വാരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു സമൂഹം പണ്ട് കാലഘട്ടം. ഇന്നങ്ങനെയല്ല, ഈക്വലാണ്. ഒരു ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. അതിൽ വീട്ടിൽ അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, തേങ്ങ തിരുമ്മി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. എന്ത് ഈസിയാ, ഹാപ്പി ആയിട്ട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ചെയ്യാലോ നിങ്ങൾക്ക്. ഈ മൊബൈൽ നോക്കിയിട്ട് ആ റീലിട്ടവരും അല്ലെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചവരും അവർ പൈസ ഉണ്ടാക്കിയവർ പോയിട്ടോ. അതിന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്ന നമ്മളാണ്. അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ പിന്നാലെ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയം കൊല്ലുന്നവരാണ് വിഡ്ഢികളെന്നേ പറയാൻ പറ്റുള്ളൂ. അതിട്ടു, അവരതിൻ്റെ പൈസയും വാങ്ങി, യൂട്യൂബ് അവർക്ക് റവന്യൂ കൊടുത്തു, അവരതിൽ ഹാപ്പി, ദേ ആർ ഹാപ്പി. നിങ്ങളാണ് ഹാപ്പി ആവാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുന്ന രീതിയിൽ മടിയെ മാറ്റി ഇഷ്ടത്തോടുകൂടി അതിനെ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ നിങ്ങളൊരു കൗണ്ടിങ് വെച്ചിട്ട് ചെയ്യുക.
ഒരു 10 മിനിറ്റ്സ് ഞാനിത് ചെയ്യും, 30 മിനിറ്റ്സിൽ 10 മിനിറ്റ്സ് ഞാനിത് ചെയ്യും, അടുത്ത ദിവസം 15 മിനിറ്റ്സ് ഞാനിത് ചെയ്യും, അതിൻ്റെ പിറ്റേ ദിവസം 20 മിനിറ്റ്സ് ഞാനിത് ചെയ്യും. അപ്പോൾ 30 മിനിറ്റ്സിൽ ഒരു 70% നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തു. പഠിക്കുന്ന സമയത്ത് വേറൊരു മെത്തേഡ് സ്വീകരിക്കുക. നിങ്ങൾ 40 മിനിറ്റ്സ് പഠിച്ചാൽ മതി ഒരു സബ്ജക്റ്റ്. 40 മിനിറ്റ്സ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഓവറോൾ 40 മിനിറ്റ്സ് അല്ല കേട്ടോ. കാരണം ഒരു എക്സാമിന് മുമ്പ് 40 മിനിറ്റ്സ് പഠിക്കും, 40 മിനിറ്റ്സ് പഠിച്ചാൽ മതിയല്ലോ. അതെ, അതാണ് നമ്മൾ പറയുമ്പോൾ തിരുത്തിയും കൂടി അതിന് പറയുന്നത് കൊണ്ടാണ്. കാരണം എല്ലാത്തിനും വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാണ് നമ്മൾ പറയുന്ന കാര്യമെല്ലാം എത്തുന്നതേ. അപ്പം അതുകൊണ്ടാണ് തിരുത്തി പറയുന്നത്. 40 മിനിറ്റ്സ് അവിടെ 40 മിനിറ്റ്സ് പഠിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എല്ലാം കൂടി 40 മിനിറ്റ്സ് പഠിക്കാൻ പറ്റില്ല. 40 മിനിറ്റ്സ് ഒരു സബ്ജക്റ്റ് പഠിക്കുക, ഒരു ലാംഗ്വേജ് പഠിക്കുക, അതിൽ 20 മിനിറ്റ്സ് നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കുക, 10 മിനിറ്റ്സ് നിങ്ങളത് ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കുന്ന രീതിയിൽ അതിൻ്റെ ആൻസർ പോയിന്റ്സ് നോട്ട് ചെയ്യുക, 10 മിനിറ്റ്സ് നിങ്ങളതിന് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് ഒരു സബ്ജക്റ്റിൽ പഠിച്ചിട്ട് നിങ്ങളത് മാറ്റി വെച്ചോളൂ. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങളൊരു പാട്ട് കേൾക്കുകയോ കുറച്ച് നേരം ഒന്ന് TV കാണുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. മൊബൈൽ എടുക്കരുത് ആ സമയത്ത്. റിലാക്സിംഗിൽ മൊബൈൽ യൂസേജ് വരുന്നില്ല. റിലാക്സിംഗിൽ മൊബൈൽ യൂസേജ് അല്ല, നിങ്ങൾ എന്തെങ്കിലും കാം സൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എർത്ത് എനർജിക്ക് വേണ്ടി നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക, ചെരുപ്പിടാതെ എർത്ത് എനർജിയെ സ്വീകരിക്കാൻ രീതിയിൽ മണ്ണിൽ ചവിട്ടി നടക്കുക. അതൊക്കെ വളരെ ബ്രെയിനിനെ വളരെ നന്നായിട്ട് നമുക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽസ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നടക്കുക, ജസ്റ്റ് ആ മരങ്ങളെയൊക്കെ ഒന്ന് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വീണ്ടും വന്നിരിക്കുക, പഠിക്കുക. എക്സാം ടൈമിലെ പഠനമാണ് അങ്ങനെ. അല്ലാത്ത സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് എപ്പോഴും സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള പഠനം ഇപ്പോൾ 2-3 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിയുമ്പം 2-3 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മടി എന്ന് പറയുന്നത് ഒരാൾക്ക് വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. ഭയങ്കര അത് ഗ്രേസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, അതിനെ നമ്മൾ എൻജോയ് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എത്ര, കാരണം അതിൻ്റെ റിസൾട്ട് വരുമ്പോഴുണ്ടല്ലോ, എൻഡ് റിസൾട്ടാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എൻഡ് റിസൾട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഞാൻ ആ മടി മാറ്റിയത് കൊണ്ടാണ് എന്നുള്ള ഒരു ഫീൽ ഗുഡായ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരോട് പോയി പറയുമ്പോഴെന്താ ഞാൻ ഇത്രയും മാർക്ക് ഗെയിൻ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാൻ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ അതിനനുസരിച്ച് ഇതെല്ലാം ഓരോ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. എല്ലാവരും ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. അതെ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ, അതായത് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2ാം ക്ലാസ് തുടങ്ങി ഉള്ള പഠനത്തിൽ 2 തിരിച്ചിടുക, 3 തിരിച്ചിടുക, B തിരിച്ചിടുക, D തിരിച്ചിടുക, L 8 ഒക്കെ 8ൽ അത്ര നമുക്ക് ഡിസ്ലെക്സിയ പോലെ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ഏതിലാണ്, റൈറ്റിങ്ങിലാണോ റീഡിങ്ങിലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പരീക്ഷാ ഭവനിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഈ കുഞ്ഞിനെ തല്ലിയിട്ട് ഇത് തിരിച്ച് ആക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന് മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതാണ് അതിന് സർട്ടിഫൈഡ് ആക്കാം. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടിക്ക് ഉണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട് എന്നുള്ളത് സർട്ടിഫൈഡ് ആക്കുകയാണെങ്കിൽ ഈ 8 ഇതൊക്കെ തിരിച്ചിടുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? മലയാള അക്ഷരം ഖ തിരിച്ചെഴുതുന്ന ഒരു കുട്ടി എനിക്കറിയാം. ഈ ഖ കൃത്യമായി ഇങ്ങനെ തിരിച്ചെഴുതും, ചിന്തിക്കുമ്പോ പോലും എഴുതാൻ പറ്റില്ല. അവര് തിരിച്ചെഴുതാൻ തിരിച്ചിടും. അത് നേരെ എഴുതാൻ പോലും കുട്ടിയൊക്കെ പറ്റില്ല, അതിനെ തിരിച്ച് എഴുതി വെക്കും. അതെ, അങ്ങനെയുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ തിരിഞ്ഞു കാണുന്നത് കൊണ്ടാണ്. അത് റെറ്റിനയുടെ പ്രശ്നം കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. ഓൾ ഓവർ കുട്ടിയെ നോക്കേണ്ടതുണ്ട്. അതെ, എല്ലാ സിറ്റുവേഷൻസിലും ഇതിനെ തല്ലിയിട്ടാണ് പലരും. അതെ, ആവില്ല. കാരണം ഈ കുട്ടികൾ ആബ്സെന്റ് മൈൻഡ് ആയിരിക്കും. അതാദ്യം തിരിച്ചറിയണം. കുട്ടികളുടെ ഫസ്റ്റ് ഡിസ്ലെക്സിയ ഉണ്ടോ എന്നുള്ളത് ആബ്സെന്റ് മൈൻഡിലൂടെ മനസ്സിലാക്കാം. കുട്ടി ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ പോയിട്ടുണ്ടാവും ആളുടെ ചിന്ത. സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ ആയിരിക്കും അവര്. ഇപ്പോൾ ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞെന്നിരിക്കട്ടെ. കാരണം റൈംസിലൊക്കെ ഫസ്റ്റ് KG ക്ലാസ്സസിലൊക്കെ ഈ സ്റ്റോറിയുടെ ഈ ഇതും കൊണ്ടിട്ട് അവരിങ്ങനെ സ്വപ്ന ലോകത്തായിരിക്കും. വിളിക്കുമ്പോൾ മക്കള് പാവം, നമുക്കത് കാണുമ്പോൾ സങ്കടം തോന്നും. ഇങ്ങനെ ഞെട്ടി എഴുന്നേച്ചിട്ട് എന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ആദ്യമായിട്ട് മിസ്സിനെ കാണുന്ന പോലെയൊക്കെ പ്രതികരിച്ചു കളയും.
അപ്പോൾ അത് ആവർത്തി ഈ 2ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഇത് ആവർത്തി ഇങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടികളെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക, വാച്ച് ചെയ്യുക. അതിനെ പറ്റിയ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. സൗണ്ട് ബാലൻസ് ചെയ്യുന്നതുണ്ട്, റീഡിങ് ബാലൻസ് ചെയ്യുന്നതുണ്ട്, റൈറ്റിംഗ് ബാലൻസ് ചെയ്യുന്നതുണ്ട്. അതൊക്കെ ഈസി ആയിട്ട് മെത്തേഡ് ഉണ്ട്. എല്ലൊക്കെ തിരിച്ചിടുന്ന കുട്ടികൾക്ക് കൈയൊക്കെ വെച്ചിട്ടുള്ള അതിൽ നമുക്ക് തെറപ്പി സെഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ കോൺഷ്യസ് ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം 8th സ്റ്റാൻഡേർഡ് ആയിട്ടും ഈ കുട്ടിക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. പരീക്ഷാ ഭവനിലെ ഡിസ്ലെക്ഷ്യ പോലെയുള്ള കാര്യങ്ങൾ സർട്ടിഫൈ ചെയ്ത അത് പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെയോ ടീച്ചറുടെയോ സഹായത്താൽ എക്സാംസ് എഴുതാം. 12th ക്ലാസ് വരെ അവരെ തോൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇതെല്ലാം മടിയാണെന്നോ എല്ലാം ആ കുട്ടിക്ക് പഠിക്കാൻ വിവരമില്ലാഞ്ഞിട്ടാണോ എന്ന് പറയരുത്. നമ്മൾ എല്ലാവരിലും ഇതുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ക്രിയേറ്റീവ് സൈഡ് വളരെ എക്സൽ ചെയ്യാൻ കഴിയുന്നവരായിരിക്കും. ഐസക് ന്യൂട്ടന് ഡിസ്ലെക്ഷ്യ ഉണ്ടായി എന്ന് പറയുന്നു. നമ്മൾക്ക് നേരിട്ടുള്ള അറിവില്ല, പഠിച്ചുള്ള അറിവുകളാണ് അദ്ദേഹം ഇന്ന് ലോകമറിയുന്ന ഇല്ലേ. അദ്ദേഹം അതാണ് ക്രിയേറ്റീവ് സൈഡ് അവർക്ക് കൂടുതലായിരിക്കും, സൈലൻ്റ് ആയിരിക്കും. പിന്നെ വേറൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ പഴയ ജന്മങ്ങളിലെ പാപഭാരം സഹിക്കവയ്യാതെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് അതിൽ സൈലൻ്റായി പോകുന്ന ജന്മങ്ങളായിട്ട് ഇവിടെ പിറന്നു വന്നവരും വളരെ റിസർവ്ഡാണ്, അധികം സംസാരിക്കില്ല, മിണ്ടാതൊരിടത്തിരിക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പം നമുക്കൊരു അപരാധം ചെയ്തു ശിക്ഷ വിധിക്കപ്പെട്ടാൽ നമ്മൾ സൈലൻ്റ് ആവില്ലേ. അങ്ങനെ ഒരു കാര്യം സ്പിരിച്വാലിറ്റിയെ കണക്ട് ചെയ്യുമ്പോൾ അതുണ്ട്. പക്ഷെ എല്ലാം അതല്ല, എല്ലാം ഐഡന്റിഫൈ ചെയ്യണം. അന്ധവിശ്വാസങ്ങളുടെ പുറമേ പോകരുത്. എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റെ ഇഷ്യൂ എന്ന് പറയില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് മടി മാറ്റിയെടുക്കാൻ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഓഫ് കോഴ്സ് എടുക്കണം. അവരെ റിയലൈസ് ചെയ്യിക്കുക, ഇത് നിനക്ക് മടി തന്നെയാണ് മോനെ അല്ലെങ്കിൽ മോളെ, ഇതിനെ നീ മാറ്റിയെടുക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാലോ കുട്ടികളോട്. കുറ്റപ്പെടുത്താതെ കൃത്യമായി കുറ്റപ്പെടുത്തിയ വാശി കൂടും, ധാർഷ്ട്യം. പിന്നെ അവർ പല കൂട്ടുകെട്ടുകളിലേക്കും പോകും. പിന്നെ വൺസ് ഒരു കൂട്ടുകെട്ടിലേക്ക് പോയി പെട്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയാൽ അറിയാലോ, ഒരു പ്രാവശ്യ ഉപയോഗം മതി ഹാബിറ്റ്സിൻ്റെയൊക്കെ. പിന്നെ കുട്ടികൾ കയ്യിൽ നിന്ന് വിട്ടു പോകും. ധാരാളം പേര് അങ്ങനെയും വരുന്നുണ്ട്. അതിനൊക്കെ അടിമപ്പെട്ടിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോയി പിന്നെ അതിൽ നിന്നൊക്കെ തെറപ്പിയിലൂടെയൊക്കെ പിടിച്ചു വെച്ച് പാരൻസിൻ്റെയൊക്കെ സങ്കടം കാണുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും.